സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു എന്നിവരാണ് ഗവർണറെ കണ്ടത്. കമലേഷ് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? ഷമ്മി, ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്, അത് ഈ വിഷയം, അതായത് സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം ഗവർണറും സർക്കാരും കൂടിയാലോചനകളിലൂടെ നടപ്പാക്കണം എന്നുള്ളതാണ്. ഇതിൽ കാലതാമസം ഉണ്ടാകരുത് എന്ന കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചർച്ചകൾക്ക് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, അതുപോലെ തന്നെ നിയമമന്ത്രി പി രാജീവ് എന്നിവർ രാജ്ഭവനിൽ നേരിട്ടെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയത്. ഇതിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി ഒരു കത്ത് ഗവർണർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ സാങ്കേതിക സർവകലാശാല, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല, ഈ രണ്ട് സർവകലാശാലകളിലേക്കും സ്ഥിരം VC-മാരെ നിയമിക്കണം, അതിൽ നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ കത്ത്. ആ കത്തിനൊപ്പം തന്നെ ഇത് സർക്കാരിന്റെ അഭിപ്രായം കേൾക്കണമെന്നും ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ നിയമമന്ത്രിയുമായി ചർച്ച നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ 8:30 രാജ്ഭവനിലെത്തി ഈ മന്ത്രിമാർ ഗവർണറുമായി ചർച്ച നടത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടു നിന്നു ഈ ചർച്ച. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത്തരത്തിൽ സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും അതിൽ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഗവർണർ ഈ വിഷയത്തിലെല്ലാം സ്വീകരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നത്, സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരുന്നത് ഈ സർക്കാർ നൽകുന്ന പാനലിൽ നിന്നല്ലാതെ ഗവർണർക്ക് ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട്, ധിക്കരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഡിജിറ്റൽ സർവകലാശാലയിലേക്കും സാങ്കേതിക സർവകലാശാലയിലേക്കും സിസ തോമസിനെയും അതുപോലെ തന്നെ ശിവപ്രസാദിനെയും VC-മാരെ, താൽക്കാലിക VC-മാരായി അദ്ദേഹം നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ തിരസ്കരിച്ചുകൊണ്ടുമുള്ള ഇടപെടൽ തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നും ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ വിഷയത്തിലടക്കം ഗവർണർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എന്തൊക്കെ നടപടികളെടുത്തു, ഗവർണർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പോലും മുഖ്യമന്ത്രി നേരിട്ട് കത്ത് നൽകുകയും മന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തുകയും ചെയ്യുകയാണ് ഇതിലൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി. പക്ഷെ അപ്പോൾ പോലും ഒരു ധിക്കാരപരമായ സമീപനം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ കഴിയും. ഷമി.